ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസാണ് പറഞ്ഞത്, സ്റ്റോറേജ് ആൻഡ് ആക്സസ്, പിന്നെ അതുപോലെ എന്തൊക്കെയായിരുന്നു ക്വറി ഒപ്റ്റിമൈസേഷൻ, ക്വറി പ്രോസസ്സിംഗ് ഒക്കെ പറഞ്ഞു. ഇതിലാ ORDBMS. ORDBMS ഇപ്പോൾ ന്യൂലി എമർജിങ് ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ORDBMSൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും പിന്നെ അതിൻ്റെ കുറച്ച് കമ്പാരിസൺ വിത്ത് RDBMSൻ്റെ ODBMS ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നോക്കാം എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ORDBMS. റീയൂസ് ആൻഡ് ഷെയറിങ്. ORDBMS നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും, ഷെയർ ചെയ്യാനും പറ്റും. എങ്ങനെ? ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റെൻഡിങ് ദ റിലേഷണൽ ഡാറ്റ മോഡൽ കം ഫ്രം റീയൂസ് ആൻഡ് ഷെയറിങ്. Reuse comes from the ability to extend the DBMS server to perform standard functionality centrally rather than have it coded in each application. ഓരോ ആപ്ലിക്കേഷനും കോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? DBMS സെർവറിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫങ്ഷണാലിറ്റി സെൻട്രലി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ കോഡ് അവിടെ റീയൂസിങ് ആൻഡ് ഷെയറിങ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ORDBMS പ്രൊവൈഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ബോത്ത് ഫോർ ഡെവലപ്പർ ആൻഡ് ഫോർ ദി എൻഡ് യൂസർ. പ്രൊഡക്ടിവിറ്റി എപ്പോഴും കൂട്ടും, കാരണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് എക്സ്പെൻസ് കുറയും. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കുറേ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഒക്കെ പറ്റും. അപ്പോൾ അവിടെ എന്താണ്? പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഇൻക്രീസ് ചെയ്യും. നമുക്ക് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഡാറ്റാബേസ് പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സപ്പോർട്ട് പവർഫുൾ ക്വറി ലാംഗ്വേജ്. പവർഫുൾ ആയിട്ടുള്ളൊരു ക്വറി ലാംഗ്വേജ് ആണ് ORDBMS സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്? എൻ എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് SQL. അതിലെന്തൊക്കെയുണ്ട്? ഇറ്റ് റെഫേർഡ് നെസ്റ്റഡ് ഒബ്ജക്ട്സ് ഉണ്ടാവും. സെറ്റ് വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഷൻസ് ഓഫ് മെത്തേഡ്സ് ഓർ ഫങ്ഷൻസ്, മെത്തേഡ്സിനെയും ഫങ്ഷൻസിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്വറി ഇൻവോൾവിങ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഡാറ്റ ടൈപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വറി ചെയ്യാനും പറ്റും. ഈ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് SQL എന്ന് പറയുന്നതിനെയാണ് നമ്മൾ SQL3 അല്ലെങ്കിൽ SQL CLI എന്നൊക്കെ പറയുന്നതിൻ്റെ എക്സാമ്പിളാണ്. അതിൽ നമ്മൾ SQL3യുടെ ഓവറോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഒരു ഓവർവ്യൂ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. SQL3 മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു പവർഫുൾ ക്വറി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആര്? ORDBMS. ഇനി സപ്പോർട്ട് ഒബ്ജക്റ്റ് വ്യൂസ്. എന്താ സംഭവം? ഒബ്ജക്റ്റ് വ്യൂസ് ക്യാൻ ബി വ്യൂഡ്. ഒബ്ജക്റ്റ് വ്യൂ, നമ്മൾ സാധാരണ വ്യൂ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ഒരു ടേബിളിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ ടേബിളിനെ ഒരു ടെമ്പററി ആയിട്ടുള്ള ആ ടേബിളിൽ നിന്ന് ഒരു ടെമ്പററി ആയിട്ടുള്ള വേറൊരു ടേബിളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നോർമലി വ്യൂ എന്ന് നമ്മൾ പറയുന്നത്, ഡാറ്റാബേസിലത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് വ്യൂ ആണ് ചെയ്യുന്നത്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ബിൽഡ് വെർച്വൽ ഒബ്ജക്ട്സ് ഫ്രം എ റിലേഷണൽ ഡാറ്റ. ഒരു റിലേഷണൽ ഡാറ്റയിൽ നിന്ന് നമുക്ക് വെർച്വൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെർബൈ എനാബിളിംഗ് പ്രോഗ്രാമേഴ്സ് ടു ഇവോൾവ് എക്സിസ്റ്റിംഗ് സ്കീമാസ് ടു സപ്പോർട്ട് ഒബ്ജക്ട്സ്. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് സ്കീമാസ് വെച്ചിട്ട് അതിനെ എന്താണ് ഒരു ഒബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. This allows relational and object applications to coexist on the same database. അപ്പോൾ എന്ത് സംഭവിക്കും? റിലേഷണൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസും ഒബ്ജക്റ്റ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസും രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരേ ഡാറ്റാബേസിൽ തന്നെ കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി റെഡ്യൂസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം. അതെങ്ങനെ ടൈം റെഡ്യൂസ് ചെയ്യുന്നു? നമുക്കറിയാം ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് അല്ലേ? ഈ പോളിമോർഫിസം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുന്നത് ഒരേ കോഡ് തന്നെ കുറേ ക്ലാസസ് ഓഫ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഓരോ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് കോഡ് എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ കോഡ് വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ കോഡ് യൂസ് ചെയ്ത് റീയൂസ് ഓഫ് കോഡാണ് അവിടെ നടക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം കുറയ്ക്കുന്നത്. ഇൻ ORDBMS ഒബ്ജക്റ്റ് ടൈപ്പ് ഡിക്ലറേഷൻസ് ക്യാൻ ബി റീയൂസ്ഡ് ത്രൂ ഇൻഹെറിറ്റൻസ് മേക്സ് സ്കീമ ഡെഫിനിഷൻ മോർ നാച്ചുറൽ. അപ്പോൾ സ്കീമ ഡെഫിനിഷനെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് തോന്നുന്നു. ഓക്കെ, അത്രയാണ് എന്ത്? അഡ്വാൻറ്റേജസ് ഓഫ്
ORDBMS എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസിൽ വരിക? ഓൾദോ ദ ORDBMS പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ കോംപ്ലക്സ് ഒബ്ജക്ട്സ് ആൻഡ് ന്യൂ ഡാറ്റ ടൈപ്സ് ഫോർ മെനി അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ്, ഹൗവർ ഇറ്റ് ഹാസ് മെനി ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. നമ്മൾ പറഞ്ഞു കുറേ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ കോംപ്ലക്സ് ഒബ്ജക്ട്സ് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തായിരുന്നു? കോംപ്ലക്സിറ്റി. അതാണ് ഫസ്റ്റ് വൺ, കോംപ്ലക്സിറ്റി. എന്തായിരുന്നു? ORDBMS ഡിസൈൻ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് we have to consider not only the underlying design considerations of application semantics and dependencies in the relational data model but also the object oriented nature. അതായത് കോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ അപ്ലിക്കേഷൻ്റെ സെമാൻറ്റിക്സിനെയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് റിലേഷണൽ ഡാറ്റ മോഡലിൽ വരുന്ന ഡിപ്പെൻഡൻസി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നേച്ചറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ പറഞ്ഞ ഡിപ്പെൻഡൻസീസും അതുപോലെ സെമാൻറ്റിക്സും ഡിസൈൻ കൺസിഡറേഷൻസും ഒക്കെ എന്തെടുത്ത് നോക്കിയാലും അതിൽ ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റും കൂടിയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നേച്ചറും കൂടിയും അവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റിയാണ് എന്തിൽ വരുന്നത്? ORDBMS വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്മെച്വർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിമെറിറ്റാണ്. കാരണം സിൻസ് ORDBMS കോൺസെപ്റ്റ്സ് ഇസ് ന്യൂ ആൻഡ് ഇറ്റ് സ്റ്റിൽ നീഡ്സ് ടു ബി ഡിഫൈൻഡ്. ചില കാര്യങ്ങളൊന്നും അതിൽ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു എഫിഷ്യൻറ്റ് സ്റ്റോറേജ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ആക്സസ് മെത്തേഡ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് കുറേ ഡിമെറിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ഗ്ലോബലി ആക്സെപ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഇത് തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓൾസോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അൺപ്രൂവൺ. തെളിയിച്ചിട്ടില്ല നല്ലതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ORDBMSൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 100% ഷുവർ ആണ് എന്നുള്ളത് എവിടെയും തെളിയിച്ചിട്ടൊന്നുമില്ല. പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട്, പുതിയൊരു ഇതായതുകൊണ്ട്, സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഇമ്മെച്വർ ആണ്. ഓക്കെ, പിന്നെ ഇൻക്രീസ്ഡ് കോസ്റ്റ്. എന്താ? ബിക്കോസ് ഓഫ് ദ വെറൈറ്റി ഇൻ ഡാറ്റ ടൈപ്സ് ഇൻ ORDBMS ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേറ്റേഴ്സ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആൻഡ് ആക്സസ് ഓഫ് ഡാറ്റ ഈസ് ഇമ്പോർട്ടൻറ്റ് വിച്ച് ഇൻക്രീസസ് ദ കോസ്റ്റ്. നമ്മൾ പറഞ്ഞു ഈ ORDBMSൽ അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് ഓപ്പറേറ്റേഴ്സിലൊക്കെ വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ആ ഒരു ലാംഗ്വേജ് ബേസിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബേസിക് ടൈപ്പിനെക്കാട്ടിലും കൂടുതൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ എഫിഷ്യൻ്റ്ലി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പിനെ എഫിഷ്യൻ്റ്ലി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ചിലപ്പോൾ മെമ്മറി കുറച്ച് കൂടുതൽ വരും ഓരോ ഒബ്ജക്റ്റിനും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മെമ്മറിയുടെ തന്നെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താണ് കോസ്റ്റ് ഇൻക്രീസിങ് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻക്രീസ്ഡ് കോസ്റ്റ്. അപ്പോൾ അത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ORDBMS എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ച 3 സിസ്റ്റം, ആദ്യം നമ്മൾ ബേസിക്കലി പഠിച്ചതാണ് RDBMS എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സിമ്പിളായിട്ട് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, നമ്മളെ MySQL ഒക്കെ ചെയ്യുന്ന സിസ്റ്റം. എന്താണ്? ഒരു ടേബിൾ ഉണ്ടാവും, ഒരു പ്രൈമറി കീ ഉണ്ടാവും, കുറേ ഫീൽഡുകൾ ഉണ്ടാവും. പ്രൈമറി കീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ ഫീൽഡും ഉണ്ടാവും. നോർമലൈസേഷൻ ഒക്കെ ചെയ്യും, ഫസ്റ്റ് നോർമൽ ഫോം സെക്കൻഡ് നോർമൽ ഫോം ഒക്കെ ചെയ്യും. ഒരു ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ഡാറ്റ ഉണ്ടാവുള്ളൂ, ആറ്റമിക് ഡാറ്റ ഉണ്ടാവുള്ളൂ. അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അങ്ങനെ വേറെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടൊക്കെ വന്ന് നമ്മളതിനെ തിരിച്ച് 2 ടേബിളാക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ബേസിക്കലി നമ്മൾ പണ്ട് മുതലേ ഡിഗ്രി മുതലേ പഠിച്ചു വന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് DBMSൽ നമ്മൾ പഠിച്ച ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പം അവിടെ എന്ത് വന്നു? ക്ലാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു. ക്ലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നപ്പോൾ അവിടെ എൻകാപ്സുലേഷൻ വന്നു. അപ്പോൾ അവിടെ ഒരു ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമല്ല, വെറും ഒരു ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ വെറും ഒരു ഫീൽഡ് മാത്രമല്ല ഉണ്ടാവുന്നത്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ബേസിക് ആയിട്ടുള്ള ടൈപ്പുകളെല്ലാം വരും, പ്ലസ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് വരും. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ്, ആ ഒരു സ്പെസിഫിക് ഡാറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടിയും ഒന്നിച്ച് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയായിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡായിട്ട് ചെയ്യുന്നതാണ് എന്ത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് DBMS എന്ന് പറയുന്നത്, ODBMS എന്ന് പറയുന്നത്.
അതും കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പഠിച്ച ഏറ്റവും പുതിയ എമർജിങ് ടെക്നോളജിയാണ് ORDBMS, വേർ ദ സിമ്പിൾ ട്രഡീഷണൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ്. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പഠിച്ച ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ORDBMS. ഓക്കെ, 3 വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 3 തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കുക, ഓരോന്നും നോക്കാം അടുത്തിട്ട് കേട്ടോ. ആദ്യം ഡിഫൈനിങ് സ്റ്റാൻഡേർഡ്. ആരാണ് ഈ പറഞ്ഞ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്? ആരാണ്? നോർമലി RDBMS SQL2 ആണ് അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ODBMS ആണെങ്കിലോ ODMG, ഒബ്ജക്റ്റ് ഡാറ്റ മാനേജിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ODMG സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ODMG 2.0 എന്ന് പറയുന്ന വേർഷൻ. അതാണ് ഈ ODBMSനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. ഇനി ORDBMSൽ നമ്മൾ പറയുന്നത് SQL3 ആണ്, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അത് പറഞ്ഞു സ്റ്റിൽ ഇൻ പ്രോസസ്സാണ്, അതിപ്പോഴും ഒരു ഡിഫൈൻ ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ORDBMSൻ്റെ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നത് SQL3 ആണ്. ഓക്കെ, സപ്പോർട്ട് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ്. നമുക്ക് പറയാം അല്ലേ, ആദ്യം RDBMS എടുത്തപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ടോ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ? എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? പോളിമോർഫിസം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതെന്താണ്? ഡസ് നോട്ട് സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാപ്പ് പ്രോഗ്രാം ഒബ്ജക്ട്സ് ടു ദ ഡാറ്റാബേസ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിനെ അതിലേക്ക് മാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ODBMSൽ സപ്പോർട്ട് എക്സ്റ്റെൻസീവ്ലി. ORDBMSലോ ലിമിറ്റഡ് സപ്പോർട്ട്, മോസ്റ്റ്ലി ടു ന്യൂ ഡാറ്റ ടൈപ്സ്. പുതിയ ഡാറ്റ ടൈപ്പ് വരുമ്പോൾ മാത്രം പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസേജ്. RDBMS ഈസി ടു യൂസ് ആണ്. നമ്മൾ യൂസ് ചെയ്ത് കൈ തഴമ്പിച്ചിട്ടുണ്ട് അല്ലേ. RDBMS യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെയോ ODBMS ആണെങ്കിൽ പ്രോഗ്രാമേഴ്സിനും ചില SQL ആക്സസ്, എൻഡ് യൂസേഴ്സിൻ്റെ ചില SQL ആക്സസിനൊക്കെ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ORDBMS ആണെങ്കിലോ ചില എക്സ്റ്റൻഷൻസ് വരുമ്പോൾ മാത്രം അവിടെ ബുദ്ധിമുട്ടാണ്. ബാക്കി നോർമലി ചെയ്യുന്ന റിലേഷണൽ ഡാറ്റാബേസിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില എക്സ്റ്റൻഷൻസ് വരുമ്പം, സപ്പോസ് നമ്മളവിടെ ORDBMSൽ നമ്മൾ കുറച്ച് ക്വറിയൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിലൊരു SQL ക്വറിയിൽ നെസ്റ്റഡ് ക്വറി ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്റ്റൻഷൻസ് ഒക്കെ വരുമ്പം എന്ത് ബുദ്ധിമുട്ടാണ്? ORDBMS ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ സപ്പോർട്ട് ഫോർ കോംപ്ലക്സ് റിലേഷൻഷിപ്സ് അതും നമുക്ക് പറയാൻ പറ്റും. RDBMSൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ODBMS ആണെങ്കിലോ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ ഡാറ്റ വിത്ത് കോംപ്ലക്സ് ഇൻ്റർ റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ട് എന്തിൽ? ODBMSൽ. ORDBMSലാണെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പും കോംപ്ലക്സ് റിലേഷൻഷിപ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പെർഫോമൻസ്. RDBMS വെരി ഗുഡ് പെർഫോമൻസ് ആണ്. കാരണം നമ്മളൊരു ക്വറി കൊടുത്താൽ അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് വളരെ ഉറപ്പാണ്. ചില നോർമൽ അല്ലെങ്കിൽ കോമൺ മിസ്റ്റേക്സ് മാത്രമേ ആ ക്വറിയിൽ ഉണ്ടാവുള്ളൂ. ആ ക്വറി കറക്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ ഷുവറാണ്. പക്ഷേ ODBMS നോക്കുമ്പോൾ അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ ലെസ് പെർഫോമൻസ് ആണ്. റിലേറ്റീവ്ലി ലെസ് പെർഫോമൻസ് ആണ് ODBMSൽ വരുന്നത്. ഇനി ORDBMSലോ എന്താണെന്ന് നമുക്ക് പറയാനായിട്ടില്ല. കാരണം ഇപ്പോഴും അതിൽ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ അവിടെ പറയുന്നത്? എക്സ്പെക്റ്റഡ് ടു പെർഫോം വെൽ. നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നന്നായി പെർഫോം ചെയ്യും. അത്രയാണ് ORDBMSൽ പറയാൻ പറ്റും. ഇനി പ്രൊഡക്റ്റ് മെച്യൂരിറ്റി. പ്രൊഡക്റ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെച്യൂർഡായോ, അതായത് ഇത് ഉപയോഗിച്ച് ഒരു ലെവലായോ എന്നാണ് ചോദിക്കുന്നത്. അത് RDBMS ആണെങ്കിൽ റിലേറ്റീവ്ലി ഓൾഡാണ് അല്ലേ. സോ വെരി മെച്യൂറാണ്. ODBMS ആണെങ്കിലോ ഫ്യൂ ഇയേഴ്സ് ഓൾഡേ ഉള്ളൂ. സോ റിലേറ്റീവ്ലി മെച്യൂർ ഫ്യൂച്ചറാണ്. അതായത് കുറച്ച് മറ്റേ ORDBMS വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉള്ളൂ ഈ ODBMS എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വന്നിട്ട്. പിന്നെ ORDBMS വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ സോ ഇമ്മെച്യൂറാണ്. ഓക്കെ, ഇനി യൂസ് ഓഫ് SQL. RDBMSൽ നമ്മളെ SQL നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക SQL ആണ്. നല്ല എക്സ്റ്റെൻസീവ് സപ്പോർട്ട് ഓഫ് SQL ആണ്.
ഇനി ODBMSലാണെങ്കിലോ OQL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്വറി ലാംഗ്വേജ്. സിമിലർ ടു SQL ആണ്, ബട്ട് വിത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ലൈക്ക് കോംപ്ലക്സ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് ഒക്കെ. പിന്നെ ORDBMSൽ നമ്മൾ യൂസ് ചെയ്യുന്ന SQL വേർഷനാണ് SQL 3. അത് ഇറ്റ് ഇസ് ബീയിങ് ഡെവലപ്ഡ് വിത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇറ്റ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് പറയുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ SQL ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. RDBMS സിമ്പിൾ ക്വറി ഒപ്റ്റിമൈസേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഗുഡ് പെർഫോമൻസ് ആണ്. ODBMS വന്നാലോ ഓൾ ടൈപ്സ് ഓഫ് കോംപ്ലക്സ് അപ്ലിക്കേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും, ലെസ് കോഡിംഗ് ആണ്, ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ വീണ്ടും റിയൂസ് ഓഫ് കോഡാണ്, അതുകൊണ്ട് തന്നെ ലെസ് കോഡിങ് മതി. ORDBMS ആണെങ്കിലോ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിനെ ക്വറി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലാർജ് ആൻഡ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പത്തിൽ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ്, RDBMSൽ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ഒന്നും പറ്റില്ല. ODBMSലോ ലോ പെർഫോമൻസ് ഡ്യൂ ടു കോംപ്ലക്സ് ക്വറി ഒപ്റ്റിമൈസേഷൻ്റെ കേസ് വരുമ്പോൾ ODBMSൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനബിലിറ്റി ടു സപ്പോർട്ട് ലാർജ് സ്കെയിൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ORDBMS വെബ് ആപ്ലിക്കേഷൻ്റെ കേസ് നോക്കുമ്പോൾ ORDBMS ലോ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഓക്കെ. സപ്പോർട്ട് ഫ്രം വെൻഡേഴ്സ്, ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി ഹൈലി സക്സസ്ഫുൾ. അതായത് RDBMS എപ്പോഴും സക്സസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, കോമൺലി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈസ് ഈസ് വെരി ലാർജ്, ബട്ട് മെനി വെൻഡേഴ്സ് ആർ മൂവിങ് ടുവേർഡ്സ് ORDBMS. ചിലവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ORDBMSലേക്ക് പോകുന്നവരുണ്ട്. ODBMS presently lacking vendor support due to vast size of RDBMS market. RDBMS മാർക്കറ്റിൽ കയറി വരുന്നത് കൊണ്ട് ODBMSന് കുറച്ച് താഴ്ചയാണ്, ലാക്കിംഗ് വെൻഡർ സപ്പോർട്ടാണ്. ഓൾ മേജർ RDBMS വെൻഡേഴ്സ് ആർ ആഫ്റ്റർ ദിസ് സോ ഹാസ് വെരി ഗുഡ് ഫ്യൂച്ചർ. അതായത് ഇത്രയും കാലം RDBMSനെ വിശ്വസിച്ച് ഉപയോഗിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇനിയിപ്പോൾ പോകുന്നത് ORDBMSലേക്കാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ ഇതിന് നല്ല സ്കോപ്പാണ് ഉള്ളത്, ഇതിന് ORDBMSൽ. ഓക്കെ. ഇനി സപ്പോർട്ട് ഫോർ ഇൻറ്റഗ്രിറ്റിക്ക് എങ്ങനെയാണ്? RDBMSൽ ഇൻറ്റഗ്രിറ്റിക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല, പക്ഷേ ODBMSലും ഇല്ല. ORDBMS നോക്കുമ്പോൾ അവിടെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്, ഇൻറ്റഗ്രിറ്റിക്ക് നല്ല സപ്പോർട്ടുണ്ട്, കറക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഫോർ നാവിഗേഷൻ ആണെങ്കിലോ RDBMSൽ വലിയ നാവിഗേഷനൊന്നുമില്ല, പക്ഷേ ബാക്കി രണ്ടെണ്ണത്തിലും ODBMS ആണെങ്കിലും ORDBMS ആണെങ്കിലും സ്ട്രോങ് സപ്പോർട്ടാണ് ഉള്ളത്. ഇതിൽ നാവിഗേഷന്. ഓക്കെ. പിന്നെ സ്റ്റോറേജ്, RDBMSൽ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, സ്റ്റോർ ഓൺലി ഡാറ്റ. ORDBMSലും ഡാറ്റയും മെത്തേഡ്സും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ സിംപ്ലിസിറ്റി ഓഫ് യൂസ്, RDBMS സ്റ്റേബിൾ സ്ട്രക്ചേഴ്സ് ആണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, മെനി എൻഡ് യൂസർ ടൂൾ അവൈലബിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഒരുപാട് പേര് കോമൺലി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ SQLൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ RDBMS ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ബിൽറ്റ് ഇൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, നമ്മൾ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ പ്രൊഡക്ട്സൊക്കെ യൂസർ ടൂൾസൊക്കെ അവൈലബിൾ ആണ്. ഇനി ODBMS ആണെങ്കിലോ ഓക്കെ ഫോർ പ്രോഗ്രാമേഴ്സിന് വലിയ പ്രശ്നമില്ല, SQL ആക്സസ് ഫോർ എൻഡ് യൂസേഴ്സ്. പിന്നെ ORDBMS ആണെങ്കിൽ സെയിം ആസ് RDBMS വിത്ത് സം കൺഫ്യൂസിങ് എക്സ്റ്റൻഷൻസ്. RDBMS പോലെ തന്നെയാണ് ORDBMSന്, പക്ഷേ എന്താണ് ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എക്സ്റ്റൻഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ORDBMSും പ്ലസ് കമ്പാരിസൺ ഓഫ് 3 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്സിലത്തെ ടോപ്പിക്സ്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളിൽ ആകെ ഒരേ ഒരു ടോപ്പിക്ക് മാത്രമേ എടുക്കാനുള്ളൂ, ഓവർവ്യൂ ഓഫ് SQL 3 എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇടും. അതോടുകൂടി നമ്മളുടെ ഈ സെമസ്റ്ററത്തെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സെമിനാറാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ 25th, 26th, 27 3 ഡേറ്റിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സെമിനാറിൻ്റെ സബ്മിഷനും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ പോർഷൻ കഴിഞ്ഞു. ഇനി ഇത് വായിച്ച് നോക്കുക, നിങ്ങൾ പഠിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റാഫ് മാറി വരും. അപ്പം നിങ്ങൾക്കറിയാലോ, എടുത്തവരുടെ കയ്യിലൊന്നും ആയിരിക്കില്ല ഇനി ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ ആളെ കിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കേണ്ടി വരും ജനറലി. അപ്പോൾ നിങ്ങൾ
മടിക്കാതെ ഇരുന്ന് പഠിക്കുക, മാക്സിമം നോക്കുക, സെർച്ച് ചെയ്യുക, പഠിക്കുക. ടെക്സ്റ്റൊന്നും ഇതിന് അവൈലബിൾ അല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക ഒന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാ പോർഷൻസും കവർ ചെയ്ത് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കുക, എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക, കുറച്ചെങ്കിലും എഴുതാനൊരു ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ മനസ്സിലായ പോർഷൻസിനെ വാസ്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു അറിവുണ്ടാക്കുക. മനസ്സിലാവാത്ത പോർഷൻ ജസ്റ്റ് എന്താണെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി ഓൾറെഡി നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുള്ള പോർഷൻസ് കുറച്ചധികം സെർച്ച് ചെയ്ത് കുറച്ചധികം അതിനെക്കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് ഉണ്ടാക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മളുടെ ടോപ്പിക്സ് കഴിയും. എന്തെങ്കിലും ഇതാക്കാൻ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.